എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടീഷർട്ട് കൊണ്ടുള്ളൊരു ഉപകാരം നോക്കാം. അപ്പോൾ നമ്മുടെ മിക്കവാറും വീഡിയോകളിൽ കാണുന്നതാണ് പഴയ ടീഷർട്ടുകൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ടീഷർട്ടുകളുണ്ടെങ്കിൽ ആ ടീഷർട്ട് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ വില പിടിച്ച ബാസ്ക്കറ്റുകളൊന്നും വാങ്ങേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ടീഷർട്ട് കൊണ്ട് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വേറൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് തുണികളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ള കാർഡ്ബോർഡ് ബോക്സ് വേണ്ട, ഒരു ഇടത്തരം വലിപ്പമുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ അടപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ അടച്ചു വെക്കുന്ന മോഡലിലുള്ള ഭാഗം, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് മടക്കി വെച്ചാലും മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 4 സൈഡും ഈ ബാസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടീഷർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ബോക്സ് ഇറക്കി വെക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ടീഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ബോക്സ് ഇറക്കാനാണ് പോകുന്നത്. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ ടീഷർട്ടിൻ്റെ കൈഭാഗം വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ആ ഏരിയ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ടീഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ബോക്സ് ഇറക്കി വെക്കാനും സാധിക്കും. മാത്രമല്ല നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സും അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടീഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മുടെ ബോക്സ് ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും, ഒന്ന് ടൈറ്റ് പിടിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ടീഷർട്ടിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒത്തിരി XXL അങ്ങനെയുള്ള സൈസിലുള്ള ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ബോക്സ് ചെയ്യാം. ഇത് ഒരു ലാർജ് സൈസിലുള്ള ടീഷർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബോക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളൊരു ഇടത്തരം ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ ടീഷർട്ടാണെങ്കിൽ ഒത്തിരി വലിയ ബോക്സ് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു പശ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് ഇതിരുന്നോളും. അപ്പം ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ ഫെവി ബോണ്ടിൻ്റെ പശയോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബാക്ക് സൈഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്രണ്ടിൽ ഉള്ളിലത്തെ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മൂലയിലും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ടീഷർട്ട് ആ കാർഡ്ബോർഡ് ബോക്സിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. മാത്രമല്ല കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. കാണാനും കുറച്ച് വൃത്തി ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ 4 സൈഡിലും ഓരോ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുത്താലും മതിയാകും. അപ്പം ഞാനിപ്പോൾ 4 സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് ഇത് കവർ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താനായിട്ട് ഉള്ളിലത്തെ ഭാഗത്ത് ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയല്ല. അപ്പോൾ ഉള്ളിലും കൂടി ഒരു കളർ അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഷോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ ഷോളിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റും റെഡും ഒരു ക്ലാസിക് കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഷോള് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അരികുകളൊന്നും അത്ര ഈവനൊന്നുമല്ല, നൂലുകളൊക്കെ ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മടക്കി ഒട്ടിക്കാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ അത്ര ആഴത്തിലുള്ള പണികളൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഞാൻ ഈ വൈറ്റ് ഷോള് 4 സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷോള് നമ്മുടെ ബോക്സിൻ്റെ മുകളിലായിട്ട് വിരിച്ചിട്ടു. എന്നിട്ട് 4 സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഉള്ളിലത്തെ ഭാഗം അങ്ങനെ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് അതിൽ ലൂസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൂസായിട്ട് ഇതുപോലെ കിടക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് 4 സൈഡും സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒത്തിരി വില കൂടിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് ബോക്സുകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ബോക്സുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഷോളിൻ്റെ ഭാഗമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. അപ്പോൾ അരികുകളൊക്കെ നൂല് വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാണാനും കുറച്ചും കൂടി വൃത്തിയിൽ അതിരിക്കും. അപ്പോൾ ഈ ഭാഗം, അതായത് നമ്മൾ രണ്ടാമത് എടുക്കുന്ന തുണി ഉള്ളിൽ കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന തുണി ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊട്ടിക്കണം. കാരണം ഉള്ളിൽ നന്നായിട്ട് അത് തുണി മൂടി കിടക്കുന്ന രീതിയിൽ, ആ ഉള്ളിലത്തെ കാർഡ്ബോർഡിൻ്റെ ഭാഗം കാണാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുത്ത് അലമാരിയുടെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഒട്ടും പണം ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ കൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു റീയൂസും ആവും, നമുക്ക് വളരെയധികം ഉപകാരപ്രദവുമാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ക്ലോത്ത് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്, അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.